ഹായ് ഫ്രണ്ട്സ്, അച്ചോയ്സ് ടാക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ കടലിലോട്ട് ഇതേപോലെ ഫിഷിങ്ങിന് പോകുന്ന ഒരു ബിഗിനർ എന്ന് വെച്ചാൽ പ്രൊഫഷണൽസിന് വേണ്ടിയല്ല കേട്ടോ. പ്രൊഫഷണൽസൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടി കൂടുതൽ നോളജ് അറിയാവുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബിഗിനേഴ്സിന് വേണ്ടി കൊടുക്കുന്ന ഒരു കോംബോ അല്ല, റോഡും റീലും വരുന്ന സെറ്റുകളെ പറ്റി ഉള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അത് 3 വേരിയൻറ്റ്, 3 റേറ്റിൽ 3 ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സെറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. 8 ഫീറ്റും 9 ഫീറ്റിൻ്റെ റോഡുകളാണ് ചെയ്യുന്നത്. മാക്സിമം 4000 സീരീസ് സൈസിൽ വരുന്ന റീലുകൾ എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു ഷോർ ഫിഷിങ്ങിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡൈവേയുടെ ഒരു സെറ്റുണ്ട്, ലുക്കാനയുടെ ഒരു സെറ്റുണ്ട്, കാസ്റ്റിങ്ങിൻ്റെ റീല് വെച്ച ഡൈവേയുടെ ഒരു റോഡ് സെറ്റുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല, ഞാൻ റേറ്റും കാര്യങ്ങളും പറയാം. പിന്നെ ആദ്യമേ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡൈവേയുടെ പ്രോഡക്ട്സ് ഇപ്പം നമ്മുടെ ക്യാബിൾ ഔട്ട്ഡോറിനകത്ത് എല്ലാത്തിൻ്റെയും ഡൈവേയുടെയും ലുക്കാനയുടെ എല്ലാ പ്രോഡക്ട്സിൻ്റെയും റേറ്റുകളുണ്ട്. അപ്പോൾ ലുക്കാന പ്രോഡക്ട്സിൻ്റെ റേറ്റുകൾ ഏകദേശം നമുക്ക് മാച്ചിങ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ കിട്ടുന്ന ഡീലറിൻ്റെ പ്രൈസും ക്യാബിൾ ഔട്ട്ഡോറിലെ പ്രൈസും മാച്ചിങ് ആണ്. ഡൈവേയുടെ പ്രോഡക്റ്റിന് ഈ പറയുന്ന ക്യാബിൾ ഔട്ട്ഡോറിലെ പ്രൈസും അതേപോലെ നമ്മുടെ കേരളത്തിൽ തരുന്ന ഡീലർമാരുടെ പ്രൈസിനകത്തും ചെറിയ ഡിഫറൻസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു 4-5 ഡീലർമാർ, ഹോൾസെയിൽ ഡീലർമാരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും അവരുടെ GSTയുടെ പ്രോബ്ലം എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ ഓരോരുത്തർക്കും ഓരോ MRP ഇതാണ് നമുക്ക് തരുന്നത്. ഇതേ പ്രോഡക്റ്റ് ഈ ഒരു റോഡ് തന്നെ നമ്മുടെ കേരളത്തിലുള്ള പല ഡീലറിൻ്റെ കയ്യിൽ പല റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം പറയുന്ന റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ ഈ ഓരോ ഷോപ്പുകാർ ഓരോ ഡീലർമാരുടെ DPMRP ആയിരിക്കും ഫോളോ ചെയ്തത്. കാരണം അവർ വാങ്ങിക്കുന്ന ഷോപ്പിൻ്റെ റേറ്റ് വെച്ചിട്ടായിരിക്കും അവർ കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ചെറിയ വേരിയൻസ് ഉണ്ടാകും. അപ്പോൾ ആൾക്കാർ കയറി ആ കടയിൽ ഇത്രയേ ഉള്ളൂ, ഈ കടയിൽ ഇത്രയേ ഉള്ളൂ എന്ന് ആദ്യമേ തന്നെ കമൻറ്റ് ഇടുന്നവരോട് മാത്രം പറയാൻ വേണ്ടിയാണ് വെച്ചിരുന്നത്. ആ ഒരു വേരിയേഷൻ ഇതിനകത്ത് ഉണ്ടാകും. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഷോപ്പിൻ്റെ DPMRP ആണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒഴിച്ച് വെളിയിലുള്ളത് നമുക്കിപ്പോൾ ക്യാബിൾ ഔട്ട്ഡോറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് റേറ്റ് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല. കാരണം അത് അവർ ഡയറക്റ്റ് എടുക്കുന്നു, അവർ ഡയറക്റ്റ് കമ്പനി ത്രൂ പർച്ചേസ് ചെയ്യുന്നു, നമുക്ക് ഡീലർ ത്രൂ വരുന്ന പർച്ചേസാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളുണ്ടാകും. എനിവേ നമ്മളിപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ റീലിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. കാരണം നമ്മൾ കടലിൽ കളിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 3 കോമ്പ്. ഇതിനു മുമ്പ് ഞാനിത് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഡൈവേയുടെ RZ എന്ന് പറയുന്ന ഒരു റീലാണ്. 2850 രൂപ റേറ്റ് വരുന്നത്. ഇത് LT സീരീസ് അല്ല, അതാണ് മെയിനായിട്ടുള്ള സംഭവം. LT സീരീസ് പൊതുവെ ഞാൻ കടലിലോട്ട് റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ നല്ല കല്ലൻ റേറ്റ്, നല്ല അടിപൊളിയായിട്ട് മീൻ പിടിക്കാൻ നല്ല സ്മൂത്ത് ഇതുള്ള ഒരു ഏകദേശം ഒരു 200 മീറ്റർ 250 മീറ്റർ നൂല് കയറുന്ന സ്പൂളുള്ള അടിപൊളി റീലും 9 ഫീറ്റിൻ്റെ ഫാൻറ്റം ക്യാറ്റ് ഫിഷിൻ്റെ റോഡുമാണ്. ഫാൻറ്റം ക്യാറ്റ് ഫിഷിൻ്റെ റോഡിൻ്റെ റേറ്റ് 2750 രൂപയാണ് നമുക്ക് തന്നേക്കുന്ന ഡീലറിൻ്റെ റേറ്റ്. 2750. റീലിനാണെന്നുണ്ടെങ്കിൽ 2850 ആണ് നമുക്ക് തന്നേക്കുന്ന ഡീലറിൻ്റെ പ്രൈസ്. അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 5600 രൂപ ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നുണ്ട്. പിന്നെ പ്ലസ് ഇതിൻ്റെ നൂല് കാര്യങ്ങൾ എല്ലാം എടുക്കുമ്പം എക്സ്ട്രാ വരും. അപ്പോൾ ഇതൊക്കെയെന്ന് പറയാൻ നമ്മൾ എടുത്ത് കടലിലോട്ടുള്ള പരിപാടിക്ക് നമുക്കിപ്പോൾ ഒരു ഷോർ ഫിഷിങ്, ചെമ്പല്ലി, ഹമൂർ, അതുപോലെയുള്ള കാളാഞ്ചി, ബാരാകുട, ബാരാമുണ്ടി അങ്ങനെയുള്ള മീൻ പിടുത്തത്തിനെല്ലാം പറ്റിയ ഒരു സെറ്റാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, സ്ട്രോങ് ആണ്. അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് ലൂറ്, ഷാഡ്, ജിഗ് അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഇത് ഓക്കെയാണ്. എന്ന് വെച്ചാൽ ജിഗ് ഹെവി അല്ല, ഒരു 60 ഗ്രാമിനകത്തുള്ള ജിഗുകളൊക്കെ നമുക്കിത് വെച്ച് ചെയ്യാം. പക്ഷേ അതിൽ മേളുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്, 100 ഗ്രാമും 150 ഗ്രാമൊക്കെ ചെയ്യുന്ന ടീംസുണ്ട്. നമുക്ക് പക്ഷേ അറിയത്തില്ല, ഓരോ ഇതാണല്ലോ. അപ്പം ആ ഒരു റെക്കമെൻഡബിൾ സെറ്റാണിത്. ഇതിന് ഏകദേശം 5600 രൂപ റേറ്റ് വരുന്നുള്ളൂ. അപ്പം ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടെ റേറ്റ് നമുക്ക് കുറഞ്ഞ് കിട്ടുന്ന ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ലുക്കാനയുടെ കൊമാഡോ എന്ന് പറയുന്ന റീലാണ്. ഇതിപ്പോൾ കമ്പനി ഇതിനകത്ത് എഴുതിയേക്കുന്ന 15 കിലോ ഡ്രാഗും കാര്യങ്ങളൊക്കെയാണ് എഴുതിയേക്കുന്നത്. പക്ഷേ അത്രയൊന്നും നമുക്കിത് പറയാനില്ല. പക്ഷേ ലുക്കാനയുടെ റോഡ് തന്നെ ഇത് ഇടിവെട്ട് സാധനം കേട്ടോ. അടിപൊളി റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള റോഡാണ്. ഭയങ്കര ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ തന്നെ സ്ട്രെങ്ത്തും ഉള്ളൊരു റോഡാണ് ലുക്കാനയുടെ കൊമാഡോ എന്ന് പറയുന്ന റോഡ്. അതേപോലെ മിഷനും കുഴപ്പമൊന്നുമില്ല. മിഷന് ഒരു കംപ്ലയിൻറ്റ് വരും, അത് അഡ്വാൻസ് നമ്മൾ പറയുന്നത്. ഇതിനൊരു കംപ്ലയിൻറ്റ് വരുന്നതെന്ന് പറയും ഈ ഡ്രാഗ് നോബ് ഓവർ ടൈറ്റ് ചെയ്ത് അവസാനം എൻ്റെ ഡ്രാഗ് നോബിൻ്റെ അകത്തെ ത്രെഡ് കംപ്ലയിൻ്റ് ആകുന്നൊരു കംപ്ലയിൻറ്റ് ഇത് വരുന്നുണ്ട്. അത് പക്ഷേ നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ 6 മാസം വാറണ്ടി ഉണ്ട്. 6 മാസം വാറണ്ടി ടൈമിൽ നമ്മൾ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും.
അതിന് ശേഷമാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു കംപ്ലൈൻ്റ് ആണ് നിലവിൽ ഇതിന് വരുന്നത്. പിന്നെ ഇത് നമുക്ക് ഈ വലിച്ചു പറയുള്ള എന്ന് വെച്ചാൽ പവർ ഹാൻഡിലും കാര്യങ്ങളും എല്ലാമാണ് വരുന്നത്. ഇത് ഏകദേശം മിഷന് 2265 റോഡിൽ 2640 വരുന്നത്. ഏകദേശം 5 രൂപയ്ക്കകത്തെ ഈ ഒരു സെറ്റിന് റേറ്റ് വരുന്നുള്ളൂ. 5 രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കടലിൽ കളിക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് റേറ്റ് കുറഞ്ഞ റീലുകൾക്ക് വരുന്ന ഈ മെറ്റീരിയൽസ്, ഈ സ്ക്രൂസ് കാര്യങ്ങളെല്ലാം ഇരുമ്പിലായിരിക്കും വരുന്നത്. എന്നാൽ ഡൈവയുടെ പ്രോഡക്ട്സിനകത്ത് വരുന്നതെല്ലാം സ്റ്റീലിലായിരിക്കും വരുന്നത്. ഈ രണ്ട് വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൂടുതൽ പെട്ടെന്ന് സ്റ്റെയിൻ നമുക്ക് ഇതേപോലെ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കടലിൽ ഇത് കളിച്ചിട്ട് വന്ന് നല്ല രീതിയിൽ വെള്ളത്തിൽ കഴുകി വെച്ചിട്ട് ഒരു തുണിയിൽ ഇച്ചിരി ഓയിൽ തേച്ച് ഫുള്ളൊന്ന് തടവി വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ തുരുമ്പിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യാം. അത്യാവശ്യം ലൂർ കാസ്റ്റിങ് കാര്യങ്ങളെല്ലാം നമുക്ക് കടലിലോട്ടുള്ള പരിപാടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 5 രൂപ ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോംബോ ആണിത്. അപ്പോൾ ഇത് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബിഗിനേഴ്സ് ലെവൽ അല്ലെന്നുണ്ടെങ്കിൽ കടലിലോട്ടുള്ള ഒരു പരിപാടിക്ക് പ്രൊഫഷണൽ അല്ല, എന്നാലും അത്യാവശ്യം കടലിൽ പോകുന്ന ടീംസിന് വേണ്ടിയുള്ള ഒരു ഇതാണ്. പിന്നെ നമ്മൾ മൂന്നാമത് പരിചയപ്പെടുത്താൻ പോകുന്നുണ്ട് ഈ ഒരു സെറ്റ്. ഇത് ഇച്ചിരി പോപ്പുലറായിട്ടുള്ള ഒരു റീലാണ്. ഇത് ഷാർക്കി എന്ന് പറയും. ഇത് ഷാർക്കി 3 കാസ്റ്റിങ്ങിൻ്റെ റീലാണ്. നമ്മൾ അതിന് ഒരു കളർ മാച്ചിങ് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ് ഡൈവയുടെ ഫാൻഡം സ്നാപ്പർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഷാർക്കിയുടെ നമ്മുടെ കാസ്റ്റിങ്ങിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കിടക്കുന്ന റേറ്റ്, ഈ റീലിൻ്റെ 4000 സീരീസിൻ്റെ റേറ്റ് 5640 രൂപയാണ്. ഇതിൻ്റെ ഇന്ത്യൻ മണി ഷാർക്കി 3യുടെ ഒഫീഷ്യൽ സൈറ്റിൽ കിടക്കുന്നത്. നമ്മളാണ് ഇത് 4900-നാണ് കൊടുക്കുന്നത്. 4000 സീരീസ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് 4900 അത് പല ഡീലർ ത്രൂ വരുമ്പം പല റേറ്റ് ആയിരിക്കും കേരളത്തിൽ കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്തൊന്നും ഒരു ഇത് പറയാൻ പറ്റത്തില്ല. അത് ഓരോ ഡീലർ കൊടുക്കുന്ന റേറ്റ് അനുസരിച്ച് ഒരു കടക്കാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ കൊടുക്കുന്ന റേറ്റ് 4900. റോഡിന് കൊടുക്കുന്ന റേറ്റ് 4200. ഇത് 4200 നമ്മൾ റോഡിന് കൊടുക്കുന്നു. പക്ഷേ ഇത് ക്യാപിറ്റൽ ഔട്ട്ഡോറിൻ്റെ സൈറ്റിൽ ഇത് കിടക്കുന്നതെന്ന് പറയാൻ 3900 3800 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് കിടക്കുന്നത്. പക്ഷേ നമുക്ക് ഡീലർ ത്രൂ കിട്ടുമ്പം ആക്ച്വലി ഓരോ ഇത് 3900, 4000, 4200, 4450, 4460 വരെ നമ്മുടെ നാട്ടിലെ ഡീലർമാരുടെ പ്രൈസ് ഇതിനകത്തുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഏറ്റവും കൂടിയ പ്രൈസിൽ കൊടുക്കാം, അതിൻ്റെ കുറഞ്ഞ പ്രൈസിൽ കൊടുക്കാം. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു മിഡ് റേഞ്ച് ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇത് സെല് ചെയ്യാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഏകദേശം 9200 ആ റേഞ്ച് വരുന്നുണ്ട്. നമ്മളത് റൗണ്ട് ചെയ്ത് 9000 രൂപ മാർജിനിലാണ് നമ്മളിപ്പോൾ ഈ ഒരു റോഡും റീലും വെച്ചേക്കുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള ആക്സസറീസ് വരുമ്പം പിന്നെ റേറ്റ് കൂടുമ്പോൾ ഏകദേശം ഒരു 150 മീറ്റർ നൂലും കാര്യങ്ങളൊക്കെ ഇതേ കയറും. അതിൻ്റെ റേറ്റ് എക്സ്ട്രാ വരും. അതൊന്നും ഇല്ലാണ്ടുള്ള ഇതാണ്. അപ്പം നമ്മളിപ്പോൾ ഈ 3 സെറ്റ് പരിചയപ്പെടുത്തിയതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് 3 കടലിലോട്ട് ഷോർ ഫിഷിങ്, ഇപ്പോൾ കല്ലിൻ്റെ ഇടയിലൊക്കെയുള്ള ചെറിയ ചെമ്പല്ലിയെ പിടിക്കാനും അതേപോലെ കുഞ്ഞ് ഹമ്മൂർ എന്ന് വെച്ചാൽ ഹമ്മൂറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 4 കിലോയ്ക്ക് മേളിലോട്ടുള്ളതൊന്നും ഞാൻ ഇതേലൊന്നും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം വേറെ ഒന്നും കയറുമായിരിക്കും, അതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഈ ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ ഈ ഹമ്മൂർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കല്ലിൻ്റെ ഇടയിൽ കയറി ഫൈറ്റ് ചെയ്യുന്ന മീൻ. അപ്പോൾ നമ്മൾ അത്രത്തോളം ഫോഴ്സ് കൊടുക്കുമ്പം അതിൻ്റെയൊക്കെ ഗിയറിന് ഡാമേജസ് ഉണ്ടാകും. പക്ഷേ ഈ ഓടിക്കളിക്കുന്ന മീനുകളുണ്ടല്ലോ, നമ്മുടെ ഈ കാളാഞ്ചി പോലൊക്കെയുള്ള മീൻ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഓട്ടം ഓടും. അപ്പോൾ അത് 10, 15, 20 കിലോ ആണെങ്കിലും ഒരു കുഴപ്പമില്ല, നമുക്ക് ഡ്രാഗ് ഇട്ടിട്ട് കളിപ്പിച്ച് കയറ്റാൻ പറ്റും. അപ്പോൾ അത് നമുക്കൊരു വിഷയമല്ല. അപ്പോൾ കല്ലിൻ്റെ ഇടയ്ക്ക് ഒരു ജാമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഓവർ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ഗിയറുകൾ കൂടുതലും കംപ്ലൈൻ്റ് ആണ്. അപ്പം നമ്മളിപ്പം പറഞ്ഞതാണ്. അപ്പം ഓടിക്കളിക്കുന്ന മീനുകളെ ഒരു 10 കിലോയോ 15 കിലോയൊക്കെ ആണെങ്കിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആംഗ്ലേഴ്സ് ആണെങ്കിൽ ഇതിനെക്കാട്ടി കുറഞ്ഞ സെറ്റയിലാണെങ്കിൽ പോലും കയറ്റും. അത് അവരുടെ കഴിവാണ്. അപ്പം നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, മിഷൻ്റെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളല്ല പറഞ്ഞത്. അപ്പോൾ ഈ 3 സെറ്റ് 3 റേറ്റ് ഏകദേശം 5600, 5000, 9000 അങ്ങനെ 3 റേഞ്ചിൽ വരുന്ന 3 സെറ്റുകളാണ് പരിചയപ്പെട്ടത്. വേണ്ടവർക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതാണെങ്കിൽ 7, 8, 9 അതുപോലെ 10 ഇത്രയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. 9 ഫീറ്റ് ഇല്ല, 10 ഫീറ്റ് ഇത്രയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. 10 ഫീറ്റ് അല്ല, 9 ഫീറ്റ് അതുവരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ. 7, 8, 9 ഈ 3 സൈസിൽ ഫാൻഡം ക്യാറ്റ് ഫിഷ് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ 8 ഫീറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഇത് നമുക്ക് 8 ഫീറ്റേ വരുന്നുള്ളൂ. ഇതും നമ്മുടെ 8 ഫീറ്റ് അവൈലബിൾ ആണ്. അപ്പം വേണ്ടവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇതെല്ലാം 4000 സീരീസ് റീലാണ്. ഇത് മാത്രം 5000 അല്ല, ഇത് 4000 RZ 4000. ഈ 3 4000 സീരീസ് റീലുകളാണ്. അപ്പോൾ ഇത് 3 അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമുക്കറിയാവുന്ന നോളജസാണ് പറഞ്ഞു തന്നത്. ഞാൻ ഓവറായിട്ട് കടലിലുള്ള കാര്യങ്ങൾ അറിയത്തില്ല, അറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ 3 അത്യാവശ്യം ചെമ്പല്ലി, ഹമ്മൂർ, നമ്മുടെ കാളാഞ്ചി, നമ്മുടെ ബാരാമുണ്ടി, അങ്ങനെയുള്ള മീനുകളെല്ലാം
പിടിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ മാക്സിമം വേണ്ടവർ മാത്രം കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.